സഫലമായ യാത്രയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നറിയപ്പെടുന്ന ഇടപ്പള്ളിയിലാണ്. ഇവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായ ഷോപ്പേഴ്സ് ഷോപ്പി എന്ന സ്ഥാപനത്തിന്റെ സാരഥിയായിട്ടുള്ള മുഹമ്മദ് ആഷിഖ് സാറാണ് നമ്മുടെ അതിഥി. താങ്ക് യു സർ. നല്ലൊരു തിരക്കുള്ള വ്യക്തിയാണ്, എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ കുട്ടിക്കാലത്ത് പഠിച്ചൊക്കെ എവിടെയായിരുന്നു? പഠിച്ച എടപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ്. സെന്റ് ജോർജ് തന്നെ പഠനം കഴിഞ്ഞ് എത്ര വരെ പഠിച്ചത്? ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു ഇവിടെ ഭാരതമാതാ കോളേജ് തൃക്കാക്കര. ഏത് കോഴ്സായിരുന്നു അന്നൊക്കെ? കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ അന്നേ ബിസിനസിനോടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു? ചെറിയ ഇൻട്രസ്റ്റഡ് ഉണ്ടായിരുന്നു. ഉമ്മാനിൽ നിന്നാണ് അത് കിട്ടിയിരുന്നത്. ഉമ്മയാണ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സിലേക്കുള്ള ഒരു അതിന്റെ ഒരു പ്രചോദനം ഉമ്മ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? യൂഷ്വലി ഓരോരുത്തർക്ക് സ്വന്തം ഫാദേഴ്സ് ആണ് ബിസിനസിന്റെ ഒരു പ്രചോദനം. വാപ്പ ഹോമിയോ ഡോക്ടർ ആയിരുന്നു. അപ്പം പുള്ളിയുടെ പ്രൊഫഷനിലേക്ക് ഞങ്ങള് 5 സഹോദരങ്ങളാണ്. 6 പേരായിരുന്നു. ഒരാൾ മരണപ്പെട്ടു. 5 സഹോദരങ്ങളാണ്. അപ്പൊ അതിൽ മരണപ്പെട്ട ആളെ ഡോക്ടറിലേക്ക് കൊണ്ടുവരണം എന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുക ചെയ്തത്. അത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എടപ്പള്ളി അന്ന് ഉണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അധികം ഷോപ്പുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പൊ ഉമ്മ ചെറിയൊരു വരുമാനത്തിനുള്ള ഇതിന് വേണ്ടിയിട്ട് ഉമ്മ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കടകളൊന്നും അധികം ഇല്ലാതിരുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എറണാകുളം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. അപ്പൊ തൊട്ടടുത്തുള്ള ആളുകൾ വന്ന് ആ സാധനം അന്നൊക്കെ 501 ബാർ സോപ്പൊക്കെയാണ് കഷ്ണമായിട്ട് താല്പര്യം ഫണ്ടില്ലാതെ എന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അത് മുറിച്ച് വിൽക്കുമായിരുന്നു. പിന്നെ അടുത്ത ടൂർണമെന്റ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ ടൂർണമെന്റ് നടക്കുമ്പോൾ ഉമ്മ തന്നെ മിഠായി ഉണ്ടാക്കി തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി തരും. ഞങ്ങളും കൊണ്ടേ അത് വിൽക്കുമായിരുന്നു. പിന്നെ വിറകിന്റെ ഒക്കെ ഒരു ബിസിനസ് ഒക്കെ ഉമ്മ ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് നമുക്കൊരു പ്രചോദനം. ഫാദറിന്റെ പേര് അബ്ദുൽ മജീദ്. വാപ്പാന്ന് വെച്ചാൽ വാപ്പ എന്ത് ജോലി ചെയ്യാനും വാപ്പാക്ക് ആ ഒരു ഇന്ന ജോലിയാണ് നീ അല്ലെങ്കിൽ ഒന്ന് വണ്ടി ഓടിക്കലാണ് അല്ലെങ്കിൽ പക്ഷെ ആ ചെയ്യുന്ന ജോലിനോട് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു പോളിസിയാണ്. എന്ത് ജോലി ചെയ്താലും പുള്ളിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഡോക്ടറാണ്, ഡോക്ടറുടെ മകനാണ്, അതുകൊണ്ട് നീ ആ പണി ചെയ്യാൻ പാടില്ല എന്നുള്ള അതൊന്നുമില്ല. ജോലി എടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു പോളിസി. നമ്മള് എന്താണ് പിന്നെ ഒരു 19-20 വയസ്സിലാണ് ഞാനൊരു ലേഡി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് കറുകപ്പള്ളിയിൽ. 20-ാം വയസ്സിൽ ലേഡി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. ലേഡി സ്റ്റോറായിട്ട് ഒരു 3-4 വർഷം നല്ല രീതിയിൽ അവിടെ ഒരു ഫേമസ് ഷോപ്പ് എന്നുള്ള ആഷിയാന എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലേഡി സ്റ്റോറിൽ നല്ല രീതിയിൽ പോയിരുന്നു. ഒരു ക്രിസ്മസ് സീസണ് നമ്മുടെ ഷോപ്പ് കത്ത് പിടിച്ചു മുഴുവൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ. പിന്നെ അവിടെ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബോബി ചാണ്ടി എന്നും പറഞ്ഞു. പുള്ളി അന്നത്തെ കാലത്ത്, അതായത് 1999 ആ കാലഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റിന്റെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും കണ്ടിട്ട് പുള്ളി തന്നെ ഇടക്ക് അതിന്റെ കൺസൾട്ടിങ് വർക്കിന് വിളിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെ ഞാൻ ഇത് ഫ്ലോപ്പ് ആയപ്പം തൃശ്ശൂരില് സൂപ്പർ മാർക്കറ്റുകൾ കൺസൾട്ടേഷൻ പുള്ളിയുടെ കെയർ ഓഫിലും അതുകൂടാതെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും കെയർ ഓഫ് ബിസിനസ് വരികയും ഒരു 10-25 സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. 25 സൂപ്പർ മാർക്കറ്റുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ മാത്രമല്ല ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ നമ്മൾ ഏത് വർഷമാണ് നമ്മൾ സ്വന്തമായിട്ട് ഞാനപ്പോ തൃശ്ശൂരാണ് മെയിൻ ആയിട്ട് ബേസ് ചെയ്തിരുന്നത്. ഫാദർ മരണപ്പെട്ടപ്പോ എനിക്ക് തിരിച്ച് ഇവിടെ വരേണ്ട ഒരു അവസ്ഥ വന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് തുടങ്ങാനും വേണ്ടി ഞാൻ പൊള്ളാച്ചിന്ന് കുറെ പലരൊക്കെ സാധനങ്ങൾ എടുത്ത് ഒരു ചെറിയ റൂം എടുത്ത് ചെയ്തു. പക്ഷെ അത് പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കാന്നുള്ളൊരു ഐഡിയയിലാണ് ചെയ്തത്. പക്ഷെ അത് സാധിച്ചില്ല എന്ന് വെച്ചാൽ ഒരുപാട് ലോസ് വന്ന് അതൊക്കെ കുഴിച്ചു മൂടേണ്ട
അവസ്ഥ വന്നു. അതിൽ നിന്ന് അപ്പം എൻ്റെ ഒരു ബ്രദർ ഉണ്ട് സമീർ, അവൻ 2 വീലറിൽ മിഠായികൾ, ഈ ഹാൻഡ് മെയ്ഡ് മിഠായികൾ, കപ്പലണ്ടി മിഠായി അങ്ങനെയുള്ള സാധനങ്ങൾ സപ്ലൈ ഉണ്ടായി. അപ്പം പുള്ളി എനിക്കൊരു പ്രചോദനം തന്നു, നമുക്ക് വിഷമിക്കണ്ട, നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്നുള്ളൊരു ഇതില് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ. വീട്ടിൽ നിന്ന് ഞങ്ങൾ 4 ബ്രദേഴ്സും വണ്ടി, ചെറിയ 2 വീലറുകളായിട്ട് സാധനങ്ങൾ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ കൊണ്ടുതരും. അത് റൂട്ടിൽ സപ്ലൈ ചെയ്തു കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ വീട്ടില് രാവിലെ ആവുമ്പം നിറച്ച ആളുകളും പ്രശ്നങ്ങളും. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ കുറച്ച് ഭയങ്കര റഷാകാൻ തുടങ്ങി. അപ്പൊ മൊത്തത്തിൽ ബിസിനസ്സായി മാറി. അപ്പം നമ്മള് വിചാരിച്ച് എന്നാ അതിനെ നമുക്കൊരു റൂം എടുത്തിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു, അങ്ങനെയാണ് എടപ്പള്ളി ടോളിൽ വന്നിട്ട് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഏരിയ എടുത്ത് നമ്മൾ സ്റ്റോറിങ് അവിടെ ആക്കി. എൻ്റെ ഒരു ഫാദറിന്റെ അനുജനുണ്ടായിരുന്നു, പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പുള്ളി അപ്പം കടയിൽ പുള്ളിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ റൂട്ടിൽ പോകുമായിരുന്നു. അയാളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബഷീർ. അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ പുള്ളിക്ക് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറി. കാര്യം വെച്ചാൽ കസ്റ്റമേഴ്സ് കൂടാൻ തുടങ്ങി, പിന്നെ ആളുകളുടെ എൻക്വയറി കൂടി തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങള് പിന്നെ വീണ്ടും ഷോപ്പായിട്ട്, അത് അനിയനും നൗഷാൻ ഇളയ ബ്രദറും ഇതിലെ, അവൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് അബാദിലായിരുന്നു വർക്ക്. അപ്പൊ അവൻ ഇതിൽ കൂടുതൽ അവന് പ്രൊഡക്ഷനോട് കുറെ താല്പര്യം ഉണ്ടായിരുന്നു, ഇൻവോൾവ് ആയി. പിന്നെ ഈ ഇത് കപ്പൽ മിഠായി അധികവും തമിഴ്നാട്ടിൽ നിന്ന് വരലും ഇവിടെ ഉള്ള ആ തമിഴ്നാട്ടുകാർ ഇവിടെ വന്ന് ഉണ്ടാക്കലുമാണ് ചെയ്തത്. അപ്പൊ നമുക്ക് തുടങ്ങാന്നുള്ള ഒരു ഐഡിയയില് അതെ. അപ്പോ നമ്മൾ തുടങ്ങാന്നുള്ള ഒരു ഐഡിയയില് നമ്മള് വട്ടേക്കുന്നത്ത് ഒരു ഷെഡ് എടുക്കുകയും അവിടെ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത്. അത് നല്ല രീതിയിൽ 1-2 വർഷം നല്ല രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഉമ്മാടെ കൂടെ ഒന്ന് ഹജ്ജിന് പോകേണ്ട ഒരു അവസരം വരെ. ഉമ്മാടെ കൂടെ ഞാൻ ഹജ്ജിന് പോയപ്പോൾ മറ്റേ സമീറിനെ നമ്മൾ ആ പ്രൊഡക്ഷൻ യൂണിറ്റ് ഏൽപ്പിച്ചു കൊടുത്തു. സമീർ ഏറ്റെടുക്കുകയും ചെയ്തു. നൗഷാൻ ഷോപ്പിലേക്ക് ഫുൾ ഇൻചാർജായി കയറുകയും ചെയ്തു. സമീർ അത് നല്ലൊരു ബ്രാൻഡായിട്ട് നെറ്റ്ജി എന്നുള്ള ബ്രാൻഡിൽ ഇപ്പൊ നന്നായിട്ട് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും ഉണ്ട് സാധനം. ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കിൻഫ്രയില് നല്ലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് അതിന്റെ ചാർജ് മുഴുക്ക അവനാണ് ഇപ്പൊ നടത്തുന്നത്, അവന്റെ ഇതിലാണ് നടത്തുന്നത്. നൗഷ ഇതിലേക്ക് ഏറ്റെടുത്ത് ഇതിലേക്ക് വന്നപ്പോ എനിക്കും ഒരു ശരിക്കും പറഞ്ഞ നല്ലൊരു സപ്പോർട്ടായി. അവന്റെ ഒരു ഇതില് അങ്ങനെ ഗ്രോസറി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയയില് ഗ്രോസറി സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി ഗ്രോസറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആലുവേല ഒരു വലിയൊരു ഹോൾസെയിൽ സ്ഥാപനമാണ് കടുവേലി, സിദ്ദീഖ് അനസ് എന്ന് പറഞ്ഞിട്ട്. അവര് നമുക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങള് ഗ്രോസറിയിൽ നല്ല രീതിയിൽ ഇവിടെ എടപ്പള്ളിയിൽ നല്ല രീതിയിൽ വരികയും ചെയ്ത്. അപ്പോൾ ആ ടൈമിന് KE അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു സ്റ്റേഷനറിയുടെ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവരും കൂടെ ടൈപ്പ് ആയിട്ട് ഒരു ഷട്ടർ, അതായത് അവരെവിടെ തുടങ്ങുന്നുണ്ടെങ്കിൽ ആലുവയിൽ അവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സ്പേസ് തരികയും നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യും. KE അസോസിയേറ്റ്സ് എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയും ചെയ്തു. അത് കളമശ്ശേരിയിലുണ്ട്, നോർത്ത് പറവൂർ വെടിമറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, ആലുവയിലെ മാർക്കറ്റിലും ഉണ്ട്. അങ്ങനെ അതും നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സഹകരണത്തിൽ നന്നായി പോകുന്നുണ്ട്. നിലവിലിപ്പോ നമ്മുടെ സ്ഥാപനങ്ങൾ നിലവിലിപ്പോ നമുക്ക് എത്ര സ്ഥാപനങ്ങളാണല്ലേ? നമുക്കിപ്പോ KE അസോസിയേഷന്റെ പേരിൽ 3 സ്ഥാപനങ്ങളും ഷോപ്പിന്റെ പേരിൽ 3 സ്ഥാപനങ്ങളും. എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഷോപ്പ് ടോളില് VP മരക്കാർ റോഡിലുണ്ട്, പൊക്കാട്ടുപടി റോഡിലുണ്ട്. ഇപ്പൊ AKG റോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നമ്മൾ സെൻട്രൽ ഗോഡൌൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഹോം ഷോപ്പിൽ നിന്നും പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സംരംഭത്തിൽ ആരംഭിച്ചിട്ടാണ് അത്ര ആയത്. 7 സ്ഥാപനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. അതായത് ഉമ്മാടെയൊക്കെ പ്രാർത്ഥനയും സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ
എസ്പെഷ്യലി പറയേണ്ടത് സ്റ്റാഫാണ്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള സ്റ്റാഫാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു ബിസിനസ് രംഗം വെച്ച് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹോൾസെയിൽ രംഗം തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള സെക്ടറാണ്. തീർച്ചയായും ആ ഒരു കോമ്പറ്റീഷന്റെ ഇടയിലും നമ്മുടെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് സാർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആ ഒരു വിജയ രഹസ്യം എന്താണ്? നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് നല്ല സാധനം ഏറ്റവും വില കുറച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ബ്രദറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നമുക്ക് ഒരു 50 രൂപ കൊടുക്കുന്ന ഒരു അരി നമുക്ക് 45 രൂപ അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് 5 രൂപ ആ ഫാമിലിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ആയിരിക്കും, അവർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. ഇപ്പൊ നിലവിൽ നമുക്ക് മീൻസ് ഹോൾസെയിലിൽ നമുക്ക് എന്തൊക്കെയാണല്ലോ? ഹൗസ് ഹോൾഡ് ഉണ്ട്, ഗ്രോസറി ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് രണ്ടും ചെയ്യുന്നുണ്ട്, ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, റീറ്റെയിലും. സോ ഡെയിലി മീൻസ് ഡെയിലി ലൈഫിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഓരോ സ്ഥാപനങ്ങളും നോക്കാനായിട്ട് ഓരോ മാനേജേഴ്സിനെ നമ്മൾ ഉണ്ട്. ഓക്കെ. നിലവിൽ ഇപ്പൊ നമുക്ക് മൊത്തത്തിൽ എത്ര സ്റ്റാഫുകളല്ല? നമുക്ക് 65ഓളം സ്റ്റാഫുകളുണ്ട്. ഷോപ്പും ഉൾപ്പെടെ. അതില് നമ്മൾ നെഡ്ജി പെട്ടിട്ടില്ല. നെഡ്ജിയിലും ഒരു 10-40 സ്റ്റാഫ്. സെമറിൻ ഫുഡ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സെമറിൻ ഫുഡ്സ്. ഓക്കെ. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് കിൻഫ്ര ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തന്നെയാണ്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ ഈ ഒരു മീൻസ് പാക്കിങ്ങും കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഈ ലൂഡ് ഇതെല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ഒരുപാട് ഈ മറ്റേ പല ബിസിനസ്സുകാരെയും ചോദിക്കുമ്പോൾ ഈ ഒരു യൂണിയൻ പ്രശ്നം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ആക്ച്വലി എന്താണ് സംഭവം? യൂണിയൻ പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മളുടെ എന്തോ നമ്മുടെ ഒരു സഹകരണങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പൊ ടോളില് നമുക്ക് ആ പ്രോബ്ലം ഇല്ല. കളമശ്ശേരി ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ സോൾവ് ചെയ്ത് പോയി. അതുപോലെ തന്നെ സാറിന്റെ മീൻസ് ഫാദറിനെയും മദറിനെയും കുറിച്ച് പറഞ്ഞു, അതുപോലെ വൈഫിനെ കുറിച്ച് പറഞ്ഞില്ല. വൈഫ് വീട്ടിലെ പെണ്ണുങ്ങളാണല്ലോ, സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മള് വീട്ടിലിരിക്കുന്നതിനേലും കൂടുതൽ ഷോപ്പിലാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ മനസ്സിലാക്കി കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം കൊണ്ടുപോകേണ്ട ജീവിത പങ്കാളിയാണ്. അതെ, അവരാണ്. പിള്ളേരുടെ കാര്യമാണെങ്കിലും ഞങ്ങളൊരു സെപ്പറേറ്റ് ആണ്. ഞങ്ങളെ എല്ലാ പ്രദേശത്തും താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബം പോലെയാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. പെരുന്നാളിനാണെങ്കിലും ഞങ്ങളെല്ലാവരും മടകൂടെ ആയിരിക്കും. എല്ലാ ഉച്ചക്ക് അല്ലാതെ അവരവരുടെ വീട്ടിലല്ല, ഒന്നിച്ചൊറ്റ വീട്ടിലായിരിക്കും. വൈഫിന്റെ പേര് റസീന. മക്കൾ എത്ര പേരാ? 2 പേര്. മിർസാന നസ്രീൻ മൂത്ത മകളുടെ പേര്, അഹമ്മദ് മറൂഫ് മകന്റെ പേര്. അവർ രണ്ടുപേരും എന്ത് ചെയ്യാം? അവള് ഇപ്പം മാരേജ് കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. ഷഹൻഷാ എന്നാണ് മരുമകന്റെ പേര്. തീർച്ചയായും സന്തോഷം. ഇപ്പൊ ആ ഒരു അവളുടെ കളിയും കാര്യങ്ങളും സന്തോഷത്തോടുകൂടിയുള്ള ഒരു ലൈഫാണ്. രണ്ടാമത്തെ ആൾ പഠിക്കണേണ്, പ്ലാസ്റ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞത്. പ്ലാസ്റ്റിക് ടെക്നോളജി അത് എൻറ്റയർലി ഒരു ഡിഫറെന്റ് ഫീൽഡ് ആണല്ലോ. അതാണായിട്ട് തന്നെ ചൂസ് ചെയ്തതാണോ? അങ്ങനെ ഒരു ഇതിലേക്ക് വന്നപ്പോ രണ്ടിനും ഒരു പോസിബിൾ. ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോവാ, സ്വന്തം ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. പിന്നെ അതുപോലെ തന്നെ സാറിനെ അറിയാം, ഇപ്പോഴത്തെ യങ് ജനറേഷനെ കുറിച്ച് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ജോലിക്ക് ഒന്ന് മുന്നേറണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് സാറിന്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ സാറിന്റെ എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? എന്നുവെച്ചാൽ നമ്മള് എന്ത് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അത് തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ലാതെ അത് ഒരു ജോലിക്ക് പോകണമെങ്കിലും ബിസിനസ്സിലേക്ക് പോകണമെങ്കിലും അത് ക്യാഷ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, ശരിക്കും നമുക്കത് സൈഡായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ആ വർക്കിനനുസരിച്ച് അത് ഏൺ ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ സാർ ഇത്രയും വർഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ച് നിൽക്കുമ്പോൾ സാർ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിരുന്നോ നമ്മൾ ഇത്രയും സ്റ്റാഫുകളുടെ ഒരു സാരഥിയായി മാറുമെന്ന്? ഇല്ല, ആലോചിച്ചിരുന്നില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ജോലി എടുത്ത് സമ്പാദിക്കണേലും നമുക്ക് നമ്മളിലൂടെ കുറച്ചുപേര് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. പിന്നെ ബ്രദർ ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞ ഒരു സ്ഥാപനം തന്നെ. സ്റ്റാഫാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണെങ്കിലും കിട്ടുമ്പോഴാണ് നമുക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ബ്രദറിന് ഒരു മേജർ സപ്പോർട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. അവനാണ് ശരിക്കും പറഞ്ഞ ആ ഒരു നമ്മുടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്രദറാണ്. ഓക്കെ. എന്തായാലും സാർ നൗഷാൻ. ഓക്കെ. എന്തായാലും ബ്രദറിനെയും കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. എന്തായാലും സാറ് നമുക്ക് ഇത്രയും ടൈം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും സാർ ആഗ്രഹിച്ച പോലെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും എന്റെയും ഒരു ആശംസകൾ നേരുന്നു. എന്റെ ഒരു പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവും. ഒരുപാട് നന്ദിയുണ്ട് സാർ. നന്ദി.